നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ, അതായത് സൊല്യൂഷൻ ഓഫ് ആൾജിബ്രൈക് ഇക്വേഷൻ എന്നുള്ളതിൻ്റെ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്നുള്ള നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാനുവലായി ചെയ്ത ആ ഒരു പ്രൊസീജിയർ എങ്ങനെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മാനുവൽ പ്രൊസീജിയർ ഒന്നുകൂടെ നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തത് തന്നെയാണ്. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ഇൻ ദ ഫോളോവിങ് ഇൻ്റർവെൽ of x cube minus 10x square minus 25x plus 250 is equal to 0 എന്നുള്ള നമ്മുടെ ഇക്വേഷൻ. When we have to find the root of this equation in the following intervals. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇൻ്റർവെൽ 3 to 6 ആണ്, സെക്കൻഡ് ഇൻ്റർവെൽ -7 to -4, തേർഡ് ഇൻ്റർവെൽ 8.5 to 12.5. നമ്മളിത് ആൾറെഡി സോൾവ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത്, ഇതിലും ഈ ഇക്വേഷന് 3 സൊല്യൂഷൻ ഉണ്ട്. ആ 3 റൂട്ട് വരുന്നത് ഒന്ന് -5, പിന്നൊന്ന് +5, പിന്നൊന്ന് +10. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ 3 ഇൻ്റർവെല്ലിലും ഓരോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ ഈ രീതിയിലാണ് പോയിരുന്നത്. ഇങ്ങനെ നമ്മൾക്ക് അവിടെ കിട്ടിയ ആൻസർ ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ y3. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആദ്യം നമ്മൾ y(3) എന്നുള്ളത് ചെക്ക് ചെയ്യും, ദെൻ y(6) ചെക്ക് ചെയ്യും. അത് രണ്ടും തമ്മിൽ പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കണം. അവിടെ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ മീൻ എടുക്കും. അതിൻ്റെ മീൻ വാല്യൂ ആണ് 4.5. ഈ 3യുടെയും 6ൻ്റെയും മീൻ വാല്യൂ 4.5. y(4.5) ചെക്ക് ചെയ്യും. അപ്പോൾ അത് 26 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3, 6 എന്നുള്ള ഇൻ്റർവെലിനെ 4.5 to 6 എന്നെടുക്കാം. കാരണം 4.5ൽ നമ്മുടെ ഫംഗ്ഷൻ പോസിറ്റീവാണ്, 6ൽ നെഗറ്റീവാണ്. അപ്പോൾ 4.5ൻ്റെയും 6ൻ്റെയും ആവറേജ് അടുത്തെടുക്കും 5.25. അവിടുത്തെ വൈയുടെ വാല്യൂ കാണും. അപ്പോൾ -12.0. അപ്പോൾ നമുക്ക് പറയാം 4.5 എന്നുള്ളതിൽ പോസിറ്റീവാണ്, 5.25ൽ നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെല്ലിൽ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും 4.5നും 5.25നും എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ആവറേജ് എടുക്കും 4.875. അവിടെ റൂട്ട് കാണുന്ന സമയം അതിൻ്റെ വാല്യൂ കാണുമ്പോൾ പോസിറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 4.875നും 5.25നും എടുക്കാണ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബൈസെക്ഷൻ ഓരോ കേസിൽ നമ്മൾ ബൈസെക്ട് ചെയ്ത് പോയിട്ട് ആ ഇൻ്റർവെല്ലിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് അവിടെ മാനുവലായി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആഫ്റ്റർ ഇവിടെ കാണാം y3, y6 എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഗിവൺ ഇൻ്റർവെൽ. ദെൻ 4.5 ഫസ്റ്റ് അപ്രോക്സിമേഷൻ, 5.25 സെക്കൻഡ് അപ്രോക്സിമേഷൻ, 4.8 തേർഡ്, ദെൻ ഫോർത്ത്, ദെൻ ഫിഫ്ത്ത് 4.96875. നമ്മളവിടെ 5 അപ്രോക്സിമേഷൻ വരെ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഫിഫ്ത്ത് അപ്രോക്സിമേഷനിൽ നമുക്ക് 4.96875 തരും. ഇവിടെ 12 അപ്രോക്സിമേഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 5.00024 സംതിങ്. ഇത് പൈത്തൺ വെച്ച് ചെയ്തതാണ്. ഏതായാലും ഇതാണ് നമ്മുടെ പ്രൊസീജിയർ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പ്രൊസീജിയർ എങ്ങനെയാണ് പൈത്തൺ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇൻ്റർവെൽ ഇതേ ഇക്വേഷന് 3 റൂട്ട് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ റൂട്ടിൽ നമ്മൾ ഇൻ്റർവെൽ മാറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഇൻ്റർവെല്ലിലെ റൂട്ട് നമുക്ക് മാനുവലായി ചെയ്യാൻ പറ്റും. പ്രോഗ്രാമും എന്ത് ചെയ്യണം, ആ റിസൾട്ട് തരണം. ഇതേ റിസൾട്ട് പ്രോഗ്രാമൊന്നും കിട്ടണം. അപ്പോൾ PC ആൻസർ ഇവിടെ കൊടുത്തതാണ്. നമുക്ക് ഇതെങ്ങനെ പ്രോഗ്രാം വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാമറിൽ നിന്നും റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനിൽ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് we are using AB is equal to A എന്നുള്ളത് നമ്മുടെ ലോവർ ലിമിറ്റും B എന്നുള്ളത് നമ്മുടെ ആ
ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റും ആണെങ്കിൽ എ ബി എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇൻപുട്ടിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് അറിയാവുന്നത്, ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കീബോർഡിൽ നിന്ന് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ പൈത്തണിൽ വന്നാൽ പിന്നെ പൈത്തൺ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യും, അടുത്ത ലൈനിലേക്ക് പാസ് ചെയ്യില്ല. പകരം ആ ഇൻപുട്ടിൻ്റെ ഉള്ളിൽ എന്താണ് വന്നിട്ടുള്ളത് അത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നൊരു ആർഗ്യുമെൻറ്റ് എൻ്റർ എ ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ, എൻ്റർ എ ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ എയുടെയും ബിയുടെയും വാല്യൂസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ എൻ്റർ ചെയ്യണം, സെപ്പറേറ്റഡ് ബൈ കോമ. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള ഈ ഫംഗ്ഷൻ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻപുട്ട് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കീബോർഡിൽ നിന്ന് എന്താണോ കൊടുക്കുന്നത് അതിനൊരു സ്ട്രിങ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഓർത്തുവെക്കുക, സ്ട്രിങ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പൈത്തണിൽ എന്തുണ്ട്, ഡാറ്റ ടൈപ്പ് ആയിട്ട് ബേസിക് ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്പ് സ്ട്രിങ് വരുന്നുണ്ട്, ന്യൂമറിക് ഡാറ്റ ടൈപ്പും വരുന്നുണ്ട്. നമുക്ക് എയും ബിയും ന്യൂമറിക് ഡാറ്റ ടൈപ്പാണ് വേണ്ടത്, കാരണം അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്താനുള്ളതാണ്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്താലും അത് നമ്മൾ ന്യൂമറിക് ടൈപ്പ് ഡാറ്റ ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇവിടെ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യാണ് നമ്മുടെ ഇൻപുട്ട് എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രിങ് ആണത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ലിമിറ്റ് എന്നുള്ളത് എ എന്നുള്ളത് 1ഉം ബി എന്നുള്ളത് 8ഉം ആണെങ്കിൽ 1 to 8 ആണ് നിങ്ങൾക്ക് റൂട്ട് സെർച്ച് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടാവുക 1,8 എന്നാണ്. അപ്പോൾ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ അതിനെ എങ്ങനെ റീഡ് ചെയ്യുന്നുണ്ടാവുക 1,8 എന്നുള്ളതൊരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാനിപ്പോൾ ഒരു എൻ്റർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. ഒരു സ്ട്രിങ് എന്ന രീതിയിൽ എസ് ഇസ് ഈക്വൽ ടു ഞാനിവിടെ ഇൻപുട്ട് കൊടുക്കുന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്ന ഇൻപുട്ട് ദെൻ എൻ്റർ 2 numbers. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് പൈത്തണിൽ ഞാൻ എൻ്റർ ചെയ്തു, എൻ്റർ 2 numbers എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അടുത്തതിൻ്റെ വരികയാണ്. എന്താണ് പൈത്തൺ ചോദിക്കുന്നുണ്ടാവും, അതാണ് എൻ്റർ 2 numbers ചോദിക്കും. ഞാൻ 2 നമ്പർ എൻ്റർ ചെയ്യാണ്. സോ ഞാൻ എൻ്റർ ചെയ്യുന്നത് 3,4. ഞാൻ 2 നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 നമ്പർ എൻ്റർ ചെയ്തിട്ട് ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്താൽ ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് പൈത്തൺ എന്താ എക്സിക്യൂട്ട് ചെയ്തത്, എസ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എന്നുള്ളത് വന്നപ്പോൾ പൈത്തനോട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഇൻപുട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു. ഒരു മെസ്സേജാണത്. എന്താ മെസ്സേജ് ഉള്ളത്, എൻ്റർ 2 numbers. ഞാൻ 2 നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ ആ 2 നമ്പർ ഇപ്പോൾ എസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എസ്സിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, അതിന് നമുക്ക് നോക്കാം. പ്രിൻറ്റ് എസ്, ഞാൻ എസ് ഒന്ന് പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് എസ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 3,4 എന്ന് വരും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കി എന്താ 3,4 എന്ന് പറയുമ്പോൾ അത് 3 ആണോ 4 ആണോ, അല്ലെ 3,4 എന്താണ് ടൈപ്പ് എന്താണെന്നുള്ളത് അറിയാം. ടൈപ്പ് എന്നുള്ളത് അടിച്ച് നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് എസ് അടിച്ച് നോക്കാം. എന്താണ് എസിൻ്റെ ടൈപ്പ് എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇറ്റ് വിൽ ബി സ്ട്രിങ് എന്ന് കാണുന്നുണ്ടാവും. ഔട്ട്പുട്ട് സ്ട്രിങ് എന്നുള്ളത് STR എന്ന് കാണുന്നുണ്ടാവും, ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് സ്ട്രിങ് ടൈപ്പ് ഡാറ്റ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്നർത്ഥം. അതായത് നമുക്ക് ഈ ഇൻപുട്ട് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു നമ്പർ റീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രിങ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും 2 സ്ട്രിങ് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്താണോ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് അത് എല്ലാം കൂടെ ഒറ്റ സ്ട്രിങ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ എസ് എന്നുള്ള ഈ ഒരു വേരിയബിളിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് 3,4 എന്നുള്ള ഒരു 3,4 എന്നുള്ള ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ആ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ ഉണ്ടായിരിക്കും, നമ്മുടെ ഈ സ്ട്രിങ്ങിൽ ഇപ്പം 3 ഉണ്ട്, കോമൺ ഉണ്ട്, സ്പേസ് ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ശരിക്കും 4 ക്യാരക്ടർ ആ സ്ട്രിങ്ങിൽ ഉണ്ടാവും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെങ്ത് എസ് എന്നുള്ളത് 4 എന്ന് വരുന്നുണ്ടാവും. ഇറ്റ് ഈസ് 4, 4 ക്യാരക്ടർ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് വേണ്ടത് എ എന്നുള്ള നമ്പറിൽ ഒരു 3ഉം ബി എന്നുള്ള നമ്പറിൽ 4ഉമാണ് വേണ്ടത്. അതിന് പകരം നിങ്ങൾക്ക് ഞാനിപ്പോൾ എസ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം say if I am using a, b is equal to input എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കാണാം ഇൻപുട്ട് എൻ്റർ 2 numbers എന്ന് പൈത്തൺ ചോദിക്കുന്നുണ്ടാവും. അഗൈൻ ഇവിടെയും ചോദിക്കുന്നുണ്ട് ഇൻപുട്ട് എൻ്റർ 2 numbers. എന്നിട്ട് ഞാൻ 1 നേരത്തെ ചെയ്ത പോലെ തന്നെ 3,4 കൊടുത്താണ്. 3,4 സ്പേസ് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 3,4 എന്നുള്ളിടുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ 3,4 എന്നുള്ളത് ഞാൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് വിൽ ബി എറർ. എന്താണ് എറർ വരാൻ കാരണം, ഇവിടെ
ഇവിടെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പൈത്തൻ്റെ എക്സ്പ്രഷനിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തത് എ കോമ ബി എന്നാണ്. അപ്പോൾ 2 വേരിയബിൾ ഉണ്ട് അവിടെ. അപ്പോൾ ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് 2 റിസൾട്ട്സ്, 2 റിസൾട്ട് അതിന് വേണം. 2 റിസൾട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. എക്കൊരു വാല്യൂ വേണം, ബിക്കും ഒരു വാല്യൂ വേണം. പക്ഷേ ഇൻപുട്ട് മെത്തേഡ് എന്താ ചെയ്യുള്ളൂ, ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എൻ്റർ ചെയ്താലും എന്ത് സ്പേസ് വെച്ചാലും കോമ വെച്ചാലും നിങ്ങൾ ഏത് സെപ്പറേറ്റർ ഉപയോഗിച്ചാലും അതിനെല്ലാം കൂടി ഒറ്റ സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്തത് നമുക്ക് 2 എണ്ണത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ട് അതിനെ ഇങ്ങനെ ഈ രീതിയിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വാല്യൂ എറർ എന്ന് കാണുന്നുണ്ട്. ടു മെനി വാല്യൂസ് ടു അൺപാക്ക്, എക്സ്പെക്റ്റഡ് 2, 2 വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാകെ ഒറ്റ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് 2 വാല്യൂ ആക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നത്. ഒരു മെത്തേഡും പറയാം. അപ്പോൾ എസ് എന്നുള്ളത് എന്താ നോക്കാൻ പറ്റും. എസ് എന്നുള്ളത് 3, 4 ആണ്. ഞാൻ ഈ എസ് എന്നുള്ള ഈ ഒരു സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനൊരു ഫംഗ്ഷൻ പൈത്തണിൽ അവൈലബിൾ ആണ്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് അവൈലബിൾ ടു സ്പ്ലിറ്റ് എ സ്ട്രിങ്. അപ്പോൾ ആ ഫംഗ്ഷൻ ഇതിനെ ആക്ച്വലി പറയുന്നത് മെത്തേഡ് എന്നാ പറയാം. മെത്തേഡും ഫംഗ്ഷനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് പൈത്തണിൽ. ഇൻപുട്ട് ഒരു ഫംഗ്ഷനാണ്, സ്പ്ലിറ്റ് എന്നുള്ളൊരു മെത്തേഡ് എന്ന് ആക്ച്വലി പറയാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി നല്ലത് മെത്തേഡ് എന്നാണ്. മെത്തേഡ് എന്നുള്ളത് വരുന്നുണ്ടാവുക ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സ്ട്രിങ്ങിനെ എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണേ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്, ബൈ യൂസിങ് ദ സ്പ്ലിറ്റ് മെത്തേഡ്. അപ്പോൾ എസ് ഡോട്ട് സ്പ്ലിറ്റ്. ഇനി എന്ത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്, സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഏതാണ് സ്ട്രിങ് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ഏത് ക്യാരക്ടർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യാം ഒരു സ്ട്രിങ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ സ്ട്രിങ്ങിനുള്ള ഒരു സ്പേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ക്യാരക്ടറാണ് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് 3,4 എന്നാണ്. എനിക്ക് വേണ്ടത് 3ഉം വേണം 4ഉം വേണം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അവിടെ സെപ്പറേറ്റർ ആയിട്ട് വേണ്ടത് കോമാണ്. ഞാൻ എടുക്കുന്നത് 3 സ്പേസ് 4 എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എസ് ഡോട്ട് സ്പ്ലിറ്റിൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇത് സ്പേസ് ആയിട്ട് എടുക്കുന്നുണ്ടാവാം. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ആദ്യം നോക്കാം. സോ ഐ ആം യൂസിങ് എസ് ഡോട്ട് സ്പ്ലിറ്റ്. എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്നുള്ളത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് വിൽ സ്പ്ലിറ്റ് ദ സ്ട്രിങ് എസ് ഇൻടു 2 വിത്ത് ദ സ്പേസ് ആസ് ദ സെപ്പറേറ്റിംഗ് ക്യാരക്ടർ. ആ സ്പേസ് സെപ്പറേറ്റിംഗ് ക്യാരക്ടറായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഞാനിതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഔട്ട്പുട്ട് ഈസ് 3, നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ 2 എലമെൻറ്റ് വന്നു. ഒന്നാമത്തെ എലമെൻറ്റിൽ 3, എന്നുള്ളതാണ്, ഒരു സ്ട്രിങ് ആണത്. ലിസ്റ്റിലെ രണ്ടാമത്തെ എലമെൻറ്റ് 4 ആണ്, അതും എന്താണ്, ഒരു സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ ആ നമ്മുടെ ഒന്നാമത്തെ എസ് എന്ന സ്ട്രിങ്ങിൽ 4 ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആകെ ഒരു 3 ഉണ്ടായിരുന്നു, കോമ ഉണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെ സ്ട്രിങ് 3, രണ്ടാമത്തെ സ്ട്രിങ് 4. എന്നിട്ട് ആ 2 സ്ട്രിങ്ങിനെയും ഒരു ലിസ്റ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ സ്പ്ലിറ്റ് മെത്തേഡിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. സ്പ്ലിറ്റ് മെത്തേഡ് എന്നുള്ളത് ഇറ്റ് വിൽ സ്പ്ലിറ്റ് എ സ്ട്രിങ് അപ്പോൺ വിച്ച് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, ഡോട്ട് മെത്തേഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഏത് സ്ട്രിങ് ആണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ സ്ട്രിങ് ഡോട്ട് സ്പ്ലിറ്റ് ആൻഡ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് you specify the separating character. If the separating character is not specified, then by default it will take the space as the separating character. അപ്പോൾ അത് ഇവിടെ നമ്മൾ സ്പേസ് ആണ് അതിൻ്റെ സെപ്പറേറ്റിംഗ് ക്യാരക്ടർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പേസ് സെപ്പറേറ്റിംഗ് ക്യാരക്ടറായി എടുത്തിട്ട് എന്ത് ചെയ്യണേ, അത് ഈ ഒരു സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി സ്പ്ലിറ്റ് മെത്തേഡ്. അപ്പം നമുക്ക് ഇതല്ല വേണ്ടത്, 3, അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് 3ഉം 4ഉം വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റിംഗ് ക്യാരക്ടർ സ്പെസിഫൈ ചെയ്യാം ഒന്നുകിൽ, അല്ലെങ്കിൽ നമുക്ക് 3 സ്പേസ് 4 എന്ന് എൻ്റർ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം എങ്ങനെ വേണമെന്നുള്ളത്. സാധാരണ നമ്മൾ കോമട്ടാണ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് നോക്കാം. സോ ഐ ആം യൂസിങ് എസ് ഡോട്ട് സ്പ്ലിറ്റ്. അതിനുള്ളിൽ ഒരു ക്യാരക്ടർ ഞാൻ സ്പെസിഫൈ ചെയ്യാണ്, ആ ക്യാരക്ടർ കോമാണ്.
അപ്പോൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത്, ഒരു ഇൻവേർട്ടഡ് കോമൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ കോമ ഇടാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കോമ എന്നുള്ളത് ഒരു സ്ട്രിങ് ആണ്. അതിന് ജസ്റ്റ് ഇങ്ങനെ കോമ ഇട്ട് കൊടുത്താൽ അതെന്ത് ചെയ്യില്ല, പൈത്തൺ എററാ കാണിക്കുന്നുണ്ടാവുക. ബിക്കോസ് നിങ്ങൾക്ക് കാണാം എസ് ഡോട്ട് സ്പ്ലിറ്റ് കോമ എന്ന് കാണുമ്പോൾ ഇറ്റ് ഈസ് ഇൻവാലിഡ് സിൻടാക്സ്. കാരണം അങ്ങനെ ഒരു കോമ എന്താണെന്നുള്ളത്, ആ കോമ എന്ന് പറയുമ്പോൾ അത് പൈത്തന് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു സ്ട്രിങ് ആണെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങളത് സ്ട്രിങ്ങിൻ്റെ ലേബൽ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇൻവേർട്ടഡ് കോമൻ്റെ ഉള്ളിൽ വെച്ച് സ്പെസിഫൈ ചെയ്യണം. എസ് ഡോട്ട് സ്പ്ലിറ്റ് കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലോ യു ക്യാൻ സീ ദ റിസൾട്ട് ഈസ് 3 then 4. 3ഉം 4ഉമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. സേ എ ബി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ 2 numbers ഡോട്ട് സ്പ്ലിറ്റ് ദെൻ കോമ. ഇപ്പോൾ എന്താ വരുന്നുണ്ടാവുക, ഇൻപുട്ട് എൻ്റർ 2 numbers എന്നുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്പെസിഫൈ ചെയ്യാം, സെപ്പറേറ്റഡ് ബൈ കോമ. അപ്പോൾ ഇൻപുട്ട് എൻ്റർ 2 numbers സെപ്പറേറ്റഡ് ബൈ എ കോമ എന്നുള്ളത് നമ്മളെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ മെസ്സേജ് വന്ന് നിൽക്കും. ഈ മെസ്സേജ് കാണുമ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ഒരു 2 നമ്പർ എൻ്റർ ചെയ്യും, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് 2 നമ്പർ. ആ കിട്ടുന്ന നമ്പറിൻ്റെ ഇൻപുട്ടിലേക്ക് എടുക്കും. എന്നിട്ട് ഇൻപുട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു സ്ട്രിങ് ആണ് വരിക. ഇൻപുട്ട് എൻ്റർ 2 numbers സെപ്പറേറ്റഡ് ബൈ കോമ എന്നുള്ളൊരു സ്ട്രിങ് ആണ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് അവിടെ വരും. അതിനെ പിന്നെ ഡോട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, യൂസിങ് ദ കോമ ആസ് ദ സെപ്പറേറ്റിംഗ് ഓപ്പറേറ്റർ. കോമ സെപ്പറേറ്റിംഗ് ഓപ്പറേറ്റർ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ 2 എലമെൻ്റായി മാറും. ആ 2 എലമെൻറ്റ് നമ്മുടെ എയിലേക്കും ബിയിലേക്കും എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്റ്റെപ്പ് എങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ എൻ്റർ 2 numbers സെപ്പറേറ്റഡ് ബൈ കോമ എന്ന് കാണുന്നുണ്ട്. എൻ്ററിങ് 3,4. 3,4 എന്നുള്ളത് നിങ്ങൾക്ക് സ്പേസ് ഇടാൻ വേണമെങ്കിൽ സ്പേസ് ഇടാതെയും ചെയ്യാം. അത് രണ്ടായാലും റിസൾട്ട് സെയിം ആണ് വരിക. 3,4 സ്പേസ് ഇടുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ 3,4 എന്നുള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോഗ്രാം ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞു. എ എന്താ നമുക്ക് നോക്കാം. എ എന്നുള്ളത് നൗ ഇറ്റ് ഈസ് 3, ബി എന്നുള്ളത് ഇറ്റ് ഈസ് 4. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എ എന്നുള്ളത് എന്താണ്, സ്ട്രിങ് ആണ്. ഇപ്പോഴും ബിയും എന്താണ്, സ്ട്രിങ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം. ടൈപ്പ് എ എന്നുള്ളതിൻ്റെ ടൈപ്പ് എന്നുള്ളത് ഇറ്റ് ഈസ് സ്ട്രിങ്. കാണുന്നുണ്ടാവും സ്ട്രിങ് ആണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ടൈപ്പ് സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ A+1 ചെയ്യുകയാണെങ്കിൽ A+1 ചെയ്യണമെങ്കിൽ അത് എററായിരിക്കും വരിക. കാരണം എന്താണ്, ഒരു സ്ട്രിങ്ങും നമ്പറും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, എയിൽ ഒരു സ്ട്രിങ് ഉണ്ട്, ബിയിലൊരു സ്ട്രിങ് ഉണ്ട്. നമ്പറാണ് ആക്ച്വലി, അതൊരു നമ്പറാണ്. നമ്പർ ക്യാരക്ടറിന് സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. അപ്പോൾ അതിനെ നമുക്ക് നമ്പറാക്കി മാറ്റണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് എ. ഞാൻ എ എന്ന് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാത്തിലുള്ളൊരു ഫംഗ്ഷനാണ്. ഫ്ലോട്ട് എന്നുള്ളത് മിക്കവാറും ബേസിക് ഫംഗ്ഷനിലുണ്ടാവും, പൈത്തണിലുണ്ടാവും. ഈ എറർ വരികയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഫ്ലോട്ടെല്ലാം ബേസിക് പൈത്തണിലാണ്, എറർ വരില്ല. അപ്പോൾ ഫ്ലോട്ടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ആ ഫ്ലോട്ടിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരേണ്ടത് ഒരു നമ്പറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ 3 എന്നുള്ളത് സ്ട്രിങ് ആയിട്ട് വന്നാലും അതിനെ നമുക്ക് നമ്പറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഉള്ളിലുള്ളത് ഒരു ന്യൂമറിക് ക്യാരക്ടറാണ് ഉള്ളത് 3 എന്നുള്ളത്. 3.5 എന്നുള്ളതാണെങ്കിലും ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ഇസിക്കൽ ടു ഫ്ലോട്ട് എ എന്നുള്ളത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും എ എന്നുള്ളത് ഇറ്റ് ഈസ് 3.0. പക്ഷേ നിങ്ങൾ ഒരിക്കലും എ ഇസിക്കൽ ടു ഇൻഡ് എ ഉപയോഗിക്കരുത്. ഇൻഡ് എ എന്ന് പറയുമ്പോൾ അത് ഇൻഡിജറാക്കി മാറ്റാം. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ എ ഇസ് ഈക്വൽ ടു 3.5 എന്നുള്ളത് നിങ്ങൾ സ്ട്രിങ് ആയി കൊടുത്ത് വിചാരിക്കാം. ഇപ്പോൾ എ എന്താണ്, ഒരു സ്ട്രിങ് ആണ്. ഞാൻ ഇവിടെ നേരിട്ട് ഇൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇൻഡ് എ കൊടുക്കുകയാണെങ്കിൽ അത് എററാണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ 3.5 നേരിട്ട് ഇൻഡാക്കി മാറ്റാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ 3.5 ഫ്ലോട്ട് ആക്കണം. അപ്പോൾ ഫ്ലോട്ട് എ കൊടുത്താൽ എന്ത് കിട്ടും, അത് 3.5 ആവും. എന്നിട്ട് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡാക്കാം. അപ്പോൾ ഇൻഡ് എന്തിനാ ഇൻഡാക്കാൻ പോകുന്നത്, നിങ്ങൾ ഫ്ലോട്ട് ഏത് നമ്പർ ഫ്ലോട്ട് ആക്കിയത്, എ ഫ്ലോട്ട് ആക്കിയത്. അപ്പോൾ ഇൻഡ് ഫ്ലോട്ട് എ എന്നാക്കുകയാണെങ്കിൽ അത് 3 എന്ന് വരും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെസിമൽ പാർട്ട് നഷ്ടപ്പെട്ടു പോകണം. നമുക്ക് ഡെസിമൽ പാർട്ട് നഷ്ടപ്പെടാൻ പാടില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കില്ല, ഫ്ലോട്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഏതായാലും ഇൻഡും ഫ്ലോട്ടും എല്ലാം എന്താണ്, ഒരു നമ്പർ ക്യാരക്ടറായി വരുന്നതിനെ ഇൻറ്റിജറായിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടായിട്ടോ കൺവേർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ രണ്ട് സ്റ്റെപ്പാണ് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ ബി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ടു നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ എൻ്റർ ചെയ്യാം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ എയും ബി എയും നമ്മളതിന് ടൈപ്പ് മാറ്റണം. ആ ടൈപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പാണ് എ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് എ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് എ, അതുപോലെ തന്നെ ബി ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ബി എന്നുള്ളത്. അപ്പോൾ അതോടുകൂടി അത് രണ്ടും എന്തായി മാറും? ഫ്ലോട്ടിംഗ് നമ്പറായി മാറും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ പ്രോഗ്രാമിൽ അടുത്ത ലൈൻ ആയിട്ടുള്ളത് ഇറ്റ് ഈസ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ കോമ ബി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ ഡോട്ട് സ്പ്ലിറ്റ് ദെൻ ഇൻവേർട്ടഡ് കോമൻ്റെ ഉള്ളിൽ ഒരു കോമ. അപ്പോൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എ ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് എ ആൻഡ് ബി ഈക്വൽ ടു ഫ്ലോട്ട് ബി. അത് രണ്ടിനെയും നമ്മൾ ഫ്ലോട്ടായി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൈനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഒറ്റ ലൈനിൽ കൊടുത്താണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു സെമി കോളം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇതും പൈത്തണിൽ പോസിബിൾ ആണ്. ഓരോ ലൈനിലും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒരു ലൈനിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സെമി കോളം വേണം. അപ്പോൾ ഏതായാലും നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഇൻ്റർവെൽ റീഡ് ചെയ്തു. എയും ബിയും എന്നുള്ള ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും റീഡ് ചെയ്തു. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം നോക്കാം. എന്തായാലും നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നത് ആ ഇൻ്റർവെലിൻ്റെ എഫ് ഓഫ് എ കാണും, എഫ് ഓഫ് ബി കാണും. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർവെൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്രോഗ്രാം തരണം. അപ്പോൾ ഈ പ്രോഗ്രാം ആദ്യം ചെയ്യുന്നത്, പിന്നെ മറ്റൊന്നുള്ളത് നമുക്ക് ആക്സിഡൻ്റലി സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഈ ഒരു ലിമിറ്റ് തന്നെ ആയിരിക്കും അതിൻ്റെ റൂട്ട്. നമുക്കറിയില്ലല്ലോ റൂട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എക്സാക്ട് റൂട്ട് തന്നെ ബൈ ആക്സിഡൻറ്റ് നമ്മളെങ്ങനെ ഒരു എൻ്റർ ചെയ്യാൻ അതിനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ബൈ ചാൻസ് നമ്മൾ കൊടുത്ത ഇൻ്റർവെല് ചിലപ്പോൾ അതിൻ്റെ റൂട്ട് തന്നെ ആവാം. അതും ചെക്ക് ചെയ്ത് നോക്കണം. അതും ഒരു പോസിബിലിറ്റിയാണ്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈഫ് കണ്ടീഷനാണ്. ഇവിടെ ഈഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കാൻ ഇവിടെ രണ്ട് ഈക്വൽ ടു ഉണ്ട്. രണ്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അത് അസൈൻമെൻ്റ് അല്ല, ജസ്റ്റ് കമ്പാരിസൺ ആണിത്. വെദർ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ഓർ നോട്ട്. അപ്പോൾ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എ 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ആ ഈഫ് കണ്ടീഷൻ്റെ ബോഡി, ദാറ്റ് ഈസ് ബോഡി ഓഫ് ദ ഈഫ് കണ്ടീഷൻ. ഏതാ ബോഡി ഓഫ് ദ ഈഫ് കണ്ടീഷൻ? ആ ഈഫിന് നേരെ താഴെ വരുന്ന ഈ ഇൻഡൻ്റ് ചെയ്ത പാർട്ട് അത് ഒറ്റതേ ഉള്ളൂ. എന്താണത്? പ്രിൻറ്റ് 1 റൂട്ട് ഈസ് എ. 1 റൂട്ട് ഈസ് എ. നമ്മുടെ ഒരു റൂട്ട് എ ആണ്. കാരണം എന്താണ്? എഫ് ഓഫ് എ 0 ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ റൂട്ടാണ്. പ്രിൻറ്റ് 1 റൂട്ട് ഈസ് എ. അപ്പോൾ അവിടെ അത് ഈഫ്, ആ കണ്ടീഷൻ അവിടെ കഴിഞ്ഞു. ഈഫ് പിന്നെ എലീഫ് ചെയ്യില്ല. കാരണം ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ എലീഫിലേക്ക് പോകുള്ളൂ. അടുത്ത എലീഫ് ചെയ്യില്ല, എൽസും ചെയ്യില്ല. നേരെ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാം പിന്നെ വരുന്നുണ്ടാവുക നേരെ ഇവിടെ കഴിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യില്ല. എൽസ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലാണ് വൈല് വരുന്നത്. അപ്പോൾ അവിടേക്കൊന്നും അത് പോവില്ല. ജസ്റ്റ് പ്രോഗ്രാം ഇവിടെ തന്നെ എൻഡ് ചെയ്യും. അപ്പോൾ എന്താ എൻഡ് ചെയ്യുന്നുണ്ടാവുക? if f of a is equal to 0, 1 root is a. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ റൂട്ട് എന്നുള്ളത് വരുന്നത് നിങ്ങൾക്കറിയാം -5, 5, 10. ഇതാണ് 3 റൂട്ട് ഉള്ളത്. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഈ പ്രോഗ്രാം ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണേ. ആൻഡ് ബി ഞാനതൊന്ന് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെ ലൂപ്പിലേക്ക് വരികയാണ്. എൽസ് ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യില്ലെങ്കിൽ, അതായത് എഫ് ഓഫ് എ 0 അല്ല, എഫ് ഓഫ് ബി 0 അല്ല, എഫ് ഓഫ് എൻ്റെ എഫ് ഓഫ് ബി പോസിറ്റീവ് അല്ല. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഓപ്പോസിറ്റ് സൈനാണ്.
അപ്പോൾ അതിനിടയ്ക്ക് എന്തുണ്ട്, റൂട്ട് ഉണ്ട്. ആ റൂട്ട് കണ്ടാൽ തന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. വൈൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0.0005. ഇത് ഞാൻ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ആക്യുറസി സ്പെസിഫൈ ചെയ്യാം. ബി എന്നുള്ള നമ്മുടെ ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റ്, അപ്പറായിട്ട് വന്നത്, എ എന്നുള്ളത് ലോവർ. അപ്പോൾ ബി മൈനസ് എ എന്നുള്ളത് നമുക്കൊരു റിസൾട്ട് തരും. നിങ്ങൾ ഫംഗ്ഷൻ ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3ക്കും 6നും ഇടയ്ക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ 3,6 എന്നോ 6,3 എന്നോ എൻ്റർ ചെയ്യാം. രണ്ട് കൊടുത്താലും സെയിം ആണ്. കാരണം a+b/2 ആയാലും b+a/2 ആയാലും റിസൾട്ട് സെയിം ആണ്. അപ്പോൾ ഇവിടെ ബി മൈനസ് എ എന്നുള്ളത് എടുക്കുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ പറയണം. കാരണം എല്ലാ സമയത്തും ബി എനേക്കാളും കൂടുതലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഈ പ്രോഗ്രാം അനുസരിച്ച് നമുക്കിപ്പോൾ 3,6 എന്നാണെങ്കിൽ അത് പോസിറ്റീവ് വരുള്ളൂ. എന്നാലും ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ 6,3 എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആബ്സല്യൂട്ട് വാല്യൂ ഉപയോഗിക്കണം. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ എന്ന് വെച്ചാൽ അത് നമ്മളെ ഇൻ്റർവെലിൻ്റെ സൈസാണ്. അത് ആക്ച്വലി ബി മൈനസ് എ എന്നുള്ള ഇൻ്റർവെലിൻ്റെ സൈസാണ്. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി മൈനസ് എ എന്നുള്ളത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.0005, 0.0005 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണം. ലൂപ്പ് എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് എ എന്നുള്ളതും എഫ് ഓഫ് എയിലും എഫ് ഓഫ് ബിയിലും ഓപ്പോസിറ്റ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ അടുത്ത് ചെയ്തിരുന്നത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 = a+b/2. അതാണ് ഇവിടെ ചെയ്യുന്നത്. x1 = 0.5 × a+b. അപ്പോൾ x1 ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എഫ് ഓഫ് x1 കാണണം. അപ്പോൾ എഫ് ഓഫ് x1 കാണുമ്പോൾ അവിടെയും ഒരു റയർ പോസിബിലിറ്റി ഉണ്ട്. എഫ് ഓഫ് x1 തന്നെ 0 ആവാം. എഫ് ഓഫ് x1 0 ആണെങ്കിൽ മനസ്സിലാക്കാം ആ x1 എന്നുള്ളത് നമ്മുടെ ആക്ച്വൽ റൂട്ടാണത്. നമ്മൾ അതിൻ്റെ ആ റൂട്ടിൻ്റെ കറക്റ്റ് വാല്യൂയിൽ എത്തിപ്പെട്ടു. അതും ഒരു റെയർ പോസിബിലിറ്റിയാണ്. അഥവാ അങ്ങനെ വന്നാൽ എഫ് ഓഫ് x1, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x1 എന്നുള്ള വാല്യൂ കിട്ടിയാൽ എഫ് ഓഫ് x1 ചെക്ക് ചെയ്ത് വെക്കാം. ഇഫ് എഫ് ഓഫ് x1 = 0, എഫ് ഓഫ് x1 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, ബ്രേക്ക്, നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാം. അപ്പോൾ ഇവിടെ ഓർത്തേണ്ടത് എൽസ് കണ്ടീഷൻ്റെ ഉള്ളിലാണ് ഈ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഈ വൈ വരുന്നത് എൽസിൻ്റെ കോഡിയാണ്. അപ്പോൾ മുമ്പ് വന്ന ഈഫ്, എലീഫ്, ഒരു ഈഫ് പിന്നെ ഒരു 2 എലീഫ്, ആ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലേ എൽസിലേക്ക് വരുള്ളൂ. എൽസിലേക്ക് വന്നിട്ട് നമ്മൾ പിന്നെ ഒരു വൈൽ ലൂപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈൽ ലൂപ്പിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർവെലിൻ്റെ സൈസ് 0.0005 കൂടുതലാണെങ്കിൽ, അപ്പോൾ ബാക്കി പിന്നുള്ളതൊക്കെ വൈൽ ലൂപ്പിൻ്റെ ബോഡിയാണ്. ഏതൊക്കെയാണ്, ഈ x1, ഈഫ്, എൽസ്, പ്രിൻറ്റ്. ആ പ്രിൻറ്റ് വരെ നമുക്ക് ഈ പ്രിൻറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാൻ പിന്നീട് ഒഴിവാക്കും. ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് 2 പ്രിൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. ഒന്നാമത്തെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൊരു പ്രിൻറ്റ് വരുന്നുണ്ട്, പ്രിൻറ്റ് x1 എന്ന് പറഞ്ഞാൽ ഈ x1ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ x1 എന്നുള്ളത് ഇപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് അപ്രോക്സിമേഷൻ കണ്ടു. എന്നിട്ട് എഫ് ഓഫ് x1 ചെക്ക് ചെയ്യണം. എഫ് ഓഫ് x1 ചെക്ക് ചെയ്തിട്ട് അത് 0 ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അത് ആക്ച്വൽ റൂട്ട് കിട്ടി. ഇപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തിട്ട് എന്താ, ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ലൂപ്പിൽ പിന്നെ ഒന്നും അത് എക്സിക്യൂട്ട് ചെയ്യില്ല, ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പുറത്ത് കാണുന്നത് എന്താണ്, പ്രിൻ്റാണ് കാണുന്നത്. ഈ പ്രിൻറ്റ്, രണ്ടാമത്തെ പ്രിൻറ്റ്, ഇതാ ഇവിടെ ലാസ്റ്റ് ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രിൻറ്റ് റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു x1. അപ്പോൾ ഇതതുപോലെ പ്രിൻറ്റ് ചെയ്യും. റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു x1 എന്നല്ല, x1ൻ്റെ വാല്യൂ എന്താണ് അത് പ്രിൻറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഇത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ഫംഗ്ഷൻ്റെ ഒരു റൂട്ട് 5-ലാണ്, +5-ലാണ്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് 3ഉം 7ഉം ആണെങ്കിൽ എഫ് ഓഫ് 3 0 അല്ല, എഫ് ഓഫ് 7 0 അല്ല. എഫ് ഓഫ് 3ഉം എഫ് ഓഫ് 7ഉം നെഗറ്റീവാണ്, പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് 3 എഫ് ഓഫ് 7 എന്നുള്ളത് നെഗറ്റീവാണ് വരിക. അപ്പോൾ ആദ്യത്തെ 3 ഈഫും എലീഫും സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ എൽസിലേക്ക് വരും. വൈൽ ബി മൈനസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0.0005. ഇവിടെ ബി മൈനസ് എ എന്നുള്ളത് 7 - 3 4 ആണ്. അതെന്തായാലും നമ്മുടെ ആ വാല്യൂനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇറ്റ് വിൽ ഗോ ഇൻ ടു x1 is 0.5 × a+b. അപ്പോൾ ഇതിൻ്റെ മീൻ വരെ 3 + 7/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. 4 എന്ന് വരും. 5 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് അടുത്തതായിട്ട് ഈ എഫ് ഓഫ് 5 is equal to 0. എഫ് ഓഫ് 5 0 കിട്ടുന്നുണ്ടാവാം. ഇപ്പോൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും, പ്രിൻറ്റ് റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ നിങ്ങൾ കാണാം റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു 5 എന്ന് വരും.
അതിൻ്റെ ഔട്ട്പുട്ടായിട്ട്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിലാകെ 2 സെൻറ്റൻസേ ഉള്ളൂ. എന്താ ഔട്ട്പുട്ട് ഉള്ളത്? എൻ്റർ എ ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മീനിങ് നിങ്ങൾ പ്രോഗ്രാമിൽ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ വരുന്നതെല്ലാം നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പോൾ എൻ്റർ എ ആൻഡ് ബി സെപ്പറേറ്റഡ് ബൈ എ കോമ എന്നുള്ളത് ഞാൻ 3ഉം 7ഉം കൊടുത്ത സമയത്ത് എന്ത് കിട്ടി? റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് 5 എന്ന് വന്നു. സോ ഇറ്റ് ഈസ് 3, 7 എന്നുള്ളത് അങ്ങനെ വന്നു. ഇനി അപ്പോൾ അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും റയർ പോസിബിലിറ്റിയാണ്. അപ്പോൾ അതില്ലെങ്കിൽ ഇഫ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ബ്രേക്ക് വരില്ല. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അടുത്തതിലേക്ക് പോകും. ഇഫ് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് x1 ഈസ് നെഗറ്റീവ്. എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് x1 നെഗറ്റീവ് എന്ന് പറഞ്ഞ മീനിങ് എഫ് ഓഫ് എക്കും അതുപോലെ x1 എന്നുള്ളത് ഇപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് വന്ന പോയിന്റാണ് x1ലും എക്കും x1നും ഓപ്പോസിറ്റ് സൈനാണ് വന്നത്. എക്കും x1നല്ല, എഫ് ഓഫ് എക്കും എഫ് ഓഫ് x1നും ഓപ്പോസിറ്റ് സൈനാണ് വന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എഫ് ഓഫ് x1നും ബിക്കും സെയിം സൈനാണ് വന്നിട്ടുണ്ടാവുക. കാരണം എക്കും എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഓപ്പോസിറ്റ് സൈനാണുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് x1നും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ പിന്നെ എഫ് ഓഫ് x1നും എഫ് ഓഫ് ബിക്കും എന്തായിരിക്കും? സെയിം സൈൻ ആയിരിക്കും. അതായത് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി എന്നുള്ളത് നെഗറ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് എക്കും x1നും ഇടയ്ക്കാണ് നമ്മുടെ റൂട്ട് ഉള്ളത്. x1നും ബിക്കും ഇടയ്ക്ക് റൂട്ട് ഇല്ല. കാരണം x1ലും ബിക്കും ഫംഗ്ഷന് ഒരേ സൈനാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ എ എന്നുള്ള ഇൻ്റർവെലിൻ്റെ സ്റ്റാർട്ടിങ് എ തന്നെയാണ്. കാരണം എ എപ്പോഴും ആവശ്യമുണ്ട്. പക്ഷേ ബി എന്നുള്ള ഇൻ്റർവെല് എൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ബിയിലായിരുന്നു. അത് ബി അല്ല ഇനി വേണ്ടത്. ഇനി എവിടേക്ക് എത്തണം? അത് x1ലേക്ക് എത്തണം. അപ്പോൾ ബിയുടെ വാല്യൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്. ബി ഈസ് ഈക്വൽ ടു x1. എങ്ങനെയാണെങ്കിൽ ദ റൂട്ട് ഈസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് x1. ഞാൻ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. ബി എന്നുള്ളത് അപ്പർ ലിമിറ്റ് അതിൻ്റെ അവസാനത്തെ വാല്യൂ എടുത്തിട്ട് മിഡിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ബി എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള വാല്യൂവിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മളുടെ പുതിയ അഡ്ജസ്റ്റഡ് വാല്യൂ x1 ആക്കി എടുക്കുക. ബി ഈസ് ഈക്വൽ ടു x1. അതല്ല, അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് x1 എന്നുള്ളത് എന്തല്ല? നെഗറ്റീവ് അല്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എൽസിലേക്ക് വരും. എൽസ് എന്ന് പറഞ്ഞാൽ മീനിങ് ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലാണ് എൽസിലേക്ക് വരിക. അപ്പോൾ എൽസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മുടെ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് x1നും ബിക്കും ഇടയ്ക്കാണ്. അപ്പോൾ x1നും ബിക്കും ഇടയ്ക്കാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? എ ഈസ് ഈക്വൽ ടു x1 എന്നൊരു എ ഈസ് ഈക്വൽ x1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എയുടെ ആവശ്യം പിന്നെ വരുന്നില്ല. x1ഉം ബിയുമാണ് വേണ്ടത്. അപ്പോൾ എ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ മാറ്റിയിട്ട് പുതുതായിട്ട് x1 എന്നുള്ളതിലേക്ക് കൊടുക്കും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു x1. അപ്പോൾ ഇറ്റ് വിൽ ബി എ. അപ്പോൾ നമ്മുടെ പുതിയ ഇൻ്റർവെൽ എന്തായി മാറും? ഈ എ ബി എന്ന് തന്നെയാണ് ഇൻ്റർവെലിൻ്റെ പേര് ഇപ്പോഴും എ ബി എന്ന് വരും. പക്ഷേ എയുടെയും ബിയുടെയും വാല്യൂ എന്തായിട്ടുണ്ടാവും? മാറിയിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ എൽസ് ഇങ്ങനെ വരും. എന്നിട്ട് എന്താണ്? പ്രിന്റ് x1. ഈ പ്രിന്റ് x1 എല്ലാ സമയത്തും ഈ ലൂപ്പിലേക്ക് വരുമ്പോഴൊക്കെ ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ പ്രിന്റ് x1 എക്സിക്യൂട്ട് ചെയ്യും. എന്തിനാ വെച്ചാൽ നമ്മൾക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പിലുമുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് എന്ത് ചെയ്യും? റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് x1 എന്നുള്ളത് അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം ഇതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കലി നിങ്ങൾ ചെയ്തിരുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്. ഇപ്പോൾ 3ഉം 6ഉം കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് ആയിരുന്നത് 4.5, then 5.25, 5.875, 5.065 എക്സെട്ര. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് പൈത്തൺ പ്രോഗ്രാം വെച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. Same running with the next value. നമുക്ക് വന്നിരുന്നത് -7 to -4 എന്നുള്ളൊരു വാല്യൂ വന്നിരുന്നു. അപ്പോൾ -5 അടുത്ത് റൂട്ട് വരും. റൂട്ട് ഇൻ ദ ഗിവൺ ഇൻ്റർവെൽ ഈസ് -5.000122. ദെൻ അടുത്തതായിട്ട് നമുക്ക് അതിൽ വന്നിരുന്ന എക്സസൈസിൽ വന്നിരുന്നത് 8.5നും 12.5നും എടുക്കുകയാണ്. 8.5, 12.5. ഇതിന് വെച്ച് പ്രത്യേക ഒരു
ഇമ്പോർട്ടൻസ് ഉണ്ടായെന്ന് നമ്മൾ ആ പ്രോബ്ലം ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ആക്സിഡന്റിൽ നമുക്ക് കാണുന്നുണ്ടായ ഇവിടെ 2-3 ഇറ്ററേഷൻ എത്തിയപ്പോൾ 3 ഇറ്ററേഷൻ ആയപ്പോഴേക്കും നമുക്ക് ആക്ച്വൽ റൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് എവിടെ സാറ്റിസ്ഫൈ ഉണ്ടാവുക? അത് സാറ്റിസ്ഫൈ ഇവിടെ ഈ ബ്രേക്കിലാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വന്നു. അതുകൊണ്ട് നമുക്ക് കാണാം ഇവിടെ ഒന്നാമത്തെ പ്രിന്റ് 10.5 9.5 അടുത്ത് 10 പ്രിന്റ് ചെയ്യില്ല, പകരം 10 ഇവിടെ മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. ഇനി കാണാം ഇവിടെ തൊട്ട് മുമ്പിന്റെ ഔട്ട്പുട്ടും ഈ ഔട്ട്പുട്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരുന്നത് -4.999 ദെൻ -5.001227 അതേ വാല്യൂ തന്നെ ഇവിടെ വന്നത് റൂട്ടിന്റെ ഗിവൺ ഇന്റർവൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം ഇവിടെ ഇപ്പോൾ വന്നത് 10.5 9.5, പക്ഷെ റൂട്ടിന്റെ ഗിവൺ ഇന്റർവൽ 10 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് 10 ആയിരുന്നു, പക്ഷെ 10 പ്രിന്റ് ചെയ്യില്ല. കാരണം എന്താണ്? f(10) 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്ത് വന്നു. ബ്രേക്ക് ചെയ്തിട്ട് എന്തായി മാറി? നമ്മൾ ഈ പ്രിന്റ് x1 അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഏതായാലും നമുക്ക് ഈ പ്രിന്റ് x1ന്റെ ആവശ്യമില്ല നമ്മുടെ പ്രോഗ്രാമിൽ. നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് വേണ്ട? കാരണം ഈ പ്രിന്റ് x1 ജസ്റ്റ് നമുക്ക് അതിൻ്റെ സക്സസീവ് അപ്രോക്സിമേഷൻ്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ മാത്രം മതി. ആ പ്രിന്റ് x1 ലാസ്റ്റ് പ്രിന്റ് മാത്രം മതി നമ്മളെ റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് മാത്രം വരും. എൻ്റർ കോമ എന്നുള്ളത് സെറ്റ് 2,3 2,3 എന്തുണ്ടാവില്ല? റിസൾട്ട് ഉണ്ടാവില്ല. സോ ദ റൂട്ട് ഇൻ ദ ഗിവൺ യുവർ ട്രയൽ വാല്യൂസ് ആർ നോട്ട് സൂട്ടബിൾ എന്ന് വന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട്. യുവർ ട്രയൽ വാല്യൂസ് ആർ നോട്ട് സൂട്ടബിൾ. ഞാനിതിനെ വീണ്ടും റൺ ചെയ്യിക്കുകയാണ്. സേ ഐ ആം എൻറ്ററിങ് 2,6. 2ക്കും 6നും എടുക്കുന്നുണ്ട് 5 ഉണ്ട്. അപ്പോൾ 5 എന്നുള്ള റൂട്ട് അത് 2,6 എന്നുള്ളത് റൂട്ടിൻ്റെ ഗിവൺ ഇൻ്റർവൽ ഈസ് ഈക്വൽ ടു 5. കാരണം എന്താണ്? ഇവിടെ റൂട്ടിൻ്റെ ഗിവൺ ഇൻ്റർവൽ ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് ഇവിടെ ആക്ച്വൽ റൂട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2ഉം 6ഉം തമ്മിലുള്ള മീന് വരുന്നുണ്ടാവുക ഇറ്റ് വിൽ ബി 4 ആയിരിക്കും. അപ്പോൾ അടുത്തത് 4ഉം 6ഉം തമ്മിൽ മീൻ എടുക്കും. 4ഉം 6ഉം തമ്മിൽ മീൻ എടുക്കുമ്പോൾ 5 വരും. അപ്പോൾ f(5) അത് ആക്ച്വൽ റൂട്ടിലേക്ക് എത്തും. അപ്പോൾ 2 അപ്രോക്സിമേഷൻ ആകുമ്പോഴേക്കും ആക്ച്വൽ റൂട്ടായി. അപ്പോൾ അത് ആക്സിഡൻറ്റിൽ എത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ അതും സംഭവിക്കാം. അപ്പോൾ അതെല്ലാം നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ അതിനെല്ലാം ചെക്ക് ചെയ്യണം. അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും പ്രോഗ്രാമിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പ്രോഗ്രാം ഇറ്റ് വിൽ റൺ ഇൻ ടു എറർ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എൻ്റർ. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത് ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇനി വാല്യൂസ് എന്തും കൊടുക്കാം. ഇപ്പോൾ യൂസിങ് ഇനി മറ്റൊന്ന് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇതിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 3.6 തന്നെ എടുക്കാം. 3.6 എന്നുള്ള വാല്യൂസ് എടുക്കാം. എന്നിട്ട് നമുക്ക് അക്യുറസി ചെക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഞാൻ വീണ്ടും അവിടെ പ്രിന്റ് കൊടുക്കാൻ പോണേ. എന്തിനാ വെച്ചാൽ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഞാൻ പ്രിന്റ് x1 എന്നിട്ട് 3.6 കൊടുക്കണം. അപ്പോൾ ഇത്രയും തവണ ഇറ്ററേറ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് വരുന്നത്. ഞാൻ ഈ വൈൽ കണ്ടീഷനിൽ ഒന്ന് ചേഞ്ച് വരുത്തണം. വൈൽ കണ്ടീഷനിൽ while absolute value of a b minus a is greater than 0.0005 എന്നുള്ളത് 0.005 ആക്കി. എന്നിട്ട് ഇതേ പ്രോഗ്രാം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. ഞാൻ 3.6 തന്നെയാണ് കൊടുക്കുന്നത് ഇൻ്റർവെല്. അപ്പോൾ കാണാം ഇവിടെ റൂട്ട് എന്നുള്ളത് വരുന്നത് ഇറ്റ് ഈസ് 5.00097 എന്നാണ് വരുന്നത്. തൊട്ട് മുമ്പത്തെ റൂട്ട് വന്നിരുന്നത് 4.9987779. അതാണ് 5-ന് ഒന്നുകൂടി അടുത്തുള്ളത്. ഇത് 5-നേക്കാൾ കുറച്ചുകൂടി ദൂരെ അകലാണ്. കാണാം ഇവിടെ നിങ്ങൾ ഇറ്ററേഷനിൽ ഇവിടെ 5.00976 എന്നുള്ളത് ഇവിടെ വരുന്നത് 5.00976 ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം 3 തവണ കൂടി ഇറ്ററേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ അക്യുറസി കുറച്ചപ്പോൾ ഇറ്ററേഷൻ്റെ എണ്ണം കുറഞ്ഞു. അതേപോലെ ഇനി ഞാൻ 0.5 എന്ന് എടുക്കുകയാണെങ്കിൽ അഗെയിൻ സെപ്പറേറ്റഡ് ബൈ കോമ 3.6 കൊടുത്തിട്ട് 0.5 എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആകെ വളരെ കുറഞ്ഞ ഇറ്ററേഷനാണ്. പക്ഷേ എറർ കൂടി 5.015 ആണ് വരുന്നത്. ഇനി ഞാൻ 0.1 എന്ന് എടുക്കുകയാണെങ്കിലോ 0.1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 3.6 എന്നുള്ളത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 4.96. ഞാൻ 0.5 എടുക്കുകയാണെങ്കിൽ 0.5 എന്നുള്ളതാണ് എറർ എടുക്കുന്നതെങ്കിൽ അത്രയും എറർ വരെ വരാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ the result will be 3.6 എന്ന് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഈസ് 4.875. ഇനി നിങ്ങൾക്ക്